ഇപ്പൊ നമ്മൾ ഈ നടന്നു പോകുന്ന സമയത്തൊക്കെ പാമ്പിങ്ങനെ കടിക്കുന്നത്, ഇപ്പൊ പാമ്പിന് ഇത് സെൻസ് ചെയ്യാൻ പറ്റാത്തൊരു ജീവിയാണല്ലോ മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ച്. പക്ഷെ ഇത് കുറച്ചുകൂടി ഇപ്പൊ പേടിച്ചിട്ട് ഈ പ്രകമ്പനം അങ്ങനെയൊക്കെയാണ്, അല്ലാതെ ബോധപൂർവം ഇപ്പൊ ഒരു നായ ഒരു മനുഷ്യനെ ആക്രമിക്കുന്ന നിലയിൽ ആക്രമിക്കുന്ന ഒരു ജീവി അല്ല പാമ്പ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് സ്കാൻ. അപ്പൊ ഞാൻ +2 പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പാമ്പിനെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊതുവിൽ ഇങ്ങനെ പാമ്പിനെ കാണുമ്പോൾ അതിന്റെ ശരീരം നമുക്ക് തൊടാൻ പറ്റുന്നതാണെന്ന് സംശയമൊക്കെ തോന്നും. അങ്ങനെയൊന്നുമില്ല, മനുഷ്യന്റെ ശരീരത്തിൽ തൊടുമ്പോൾ തന്നെയാണ് പാമ്പിനെ തൊടുമ്പോഴും നമുക്ക് തോന്നുന്ന ഒരു ഫീല്. അപ്പൊ അന്ന് പാമ്പിനെ എടുത്ത ശേഷം പിന്നീട് പറഞ്ഞതുപോലെ നമുക്ക് വീണ്ടും എടുക്കണമെന്ന് തോന്നുമ്പോൾ എടുക്കാൻ പറ്റുന്ന ജീവി അല്ലല്ലോ. പിന്നീട് എനിക്കൊരു അവസരം കിട്ടിയത് ഞാൻ ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂർ പോകുമ്പോഴാണ്. അപ്പോഴും പാമ്പിനെ കണ്ടാൽ എന്തോ ഒന്ന് തൊട്ട് നോക്കാൻ തോന്നുന്നു. സ്കാൻ എന്താണെന്ന് അറിയില്ല, വളരെ ഇഷ്ടമാണ്. ദിലീപിന് ഇപ്പൊ എന്ത് തോന്നുന്നു? അല്ല അസിത, അന്ന് ഈ കണ്ണൂർ പോയപ്പോ അത് ഇറക്കുമതി ചെയ്ത പാമ്പ്. ഇപ്പൊ ഇത് കണ്ണൂർ പോയപ്പോഴേ പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ട് നമ്മളെ വിരട്ടാൻ ചെയ്തതാണ്. അസിത, ഇത് ഇറക്കുമതി ചെയ്ത പാമ്പാണെന്നാണ് തോന്നുന്നത്. കാരണം മറ്റൊരു രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിനെ സാധാരണഗതിയിൽ അങ്ങനെ വളർത്തു പാമ്പ് എന്ന ഇനത്തിൽ പെടുന്നതാണ്. കഴുത്തിലിട്ടപ്പോൾ എന്താണ് തോന്നിയത്? അല്ല, അതല്ല ഇവിടെ എനിക്കത് ആദ്യത്തെ അനുഭവമല്ല. ഞാൻ അന്ന് +2 പഠിക്കുന്നു എന്ന് പറയുമ്പോഴും പാമ്പിനെ എടുക്കുകയും കഴുത്തിലൂടെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ആദ്യത്തെ അനുഭവമല്ല. അപ്പൊ ഇഷ്ടമുള്ള കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അതായിരുന്നു ഒന്ന് കണ്ണൂർ പോയപ്പോ പിന്നെ ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഇപ്പൊ വാവാ സുരേഷ് എന്ന പരിപാടിക്ക് വരുമ്പോൾ വിഷമുള്ള പാമ്പുകളൊക്കെ ആയിട്ടാണ് വന്നത്. അന്ന് മൂർഖനൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം അതൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ കണ്ണൂർ പോയപ്പോ കൂടുതലും നമുക്കിങ്ങനെ എടുക്കാൻ കഴിയുന്ന പാമ്പുകളൊക്കെ വിഷമില്ലാത്ത പാമ്പുകളാണ്. ബാക്കിയുള്ളതിനൊക്കെ അവർ ചില്ലുകൂട്ടിലിട്ടാണ് വെച്ചിരിക്കുന്നത്, അത് തൊടാനൊന്നും സാധിക്കില്ലല്ലോ. ഇത് പക്ഷെ സൂപ്പർ സാധനം. ഇത് +2 പഠിക്കുമ്പോഴല്ലേ? അപ്പൊ PG ചെയ്യുമ്പോഴും ഇതുപോലെ ഒരു സാധനത്തിനെ പിടിച്ചു കാണുമല്ലോ. ഓക്കെ, ഗോപികൃഷ്ണൻ എന്തെങ്കിലും സംശയം ഉണ്ടോ? എനിക്ക് ഒരു സംശയമില്ല. എനിക്ക് പാമ്പിനെ പേടിയാണ്, പക്ഷെ പാമ്പിനെ കഴുത്തിലിട്ട് അസിതയെ പേടിയില്ല. അസിതയ്ക്ക് ഒരു ആശംസ നേരൂ അല്ലേ? അല്ല, ഈ പഴയ പോട്ടേതാ അല്ലേ? ഈ പാമ്പിന് ദേഹത്തോടുമ്പോ ഒരു വഴുവഴാന്നുള്ള ഫീൽ ഉണ്ടാവും. എന്റെ സംശയം അസിത വഴുവഴ ഉണ്ടോ? ഇല്ല സ്കാൻ, അതാണ് ഞാൻ പറഞ്ഞത്. പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ആളുകളോട് തോന്നുന്നതാണ്, നമ്മളിങ്ങനെ പാമ്പിനെ കാണുമ്പോൾ അതിന്റെ ശരീരം കാണുമ്പോൾ അങ്ങനെ ഒരു ഫീൽ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ ഇല്ല. പാമ്പിനെ തൊടുമ്പോൾ നമുക്ക് മനുഷ്യരുടെ ശരീരത്തെ തൊടുമ്പോൾ ഉണ്ടാവുന്ന അതേ ഫീൽ തന്നെയാണ്, അതേ അനുഭവം തന്നെയാണ് പാമ്പിനെ തൊടുമ്പോൾ ഉള്ളത്. അല്ലാതെ ഈ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീൽ ഇല്ല അതിന്റെ ശരീരത്തിന്. എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് തൊടാനൊരു മടിയൊക്കെ തോന്നുമല്ലോ. പക്ഷെ പാമ്പിന്റെ കാര്യത്തിൽ അതില്ല, അതിന്റെ ശരീരത്തിന് അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല. ഈ വഴിപെടാന്നൊരു ഫീലേ ഇല്ല, സാധാരണ പോലെ തന്നെയാണുള്ളത്. പാമ്പിനൊന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് നോക്കിയാൽ മതി. ഈ തലച്ചിറ PKB ഗ്രന്ഥശാലയിൽ വെച്ച ഒരു പാമ്പിനെ കണ്ടുമുട്ടിയപ്പോ അപ്രതീക്ഷിതമായി അസിത പൊക്കിയെടുക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അസിത വരുമ്പോ ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ചോളാം. കാര്യം വരുമ്പോ